ശ്രുതി, അപ്പൊ നമ്മൾ ഈ അത്തം നഗറിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മോടൊപ്പം മാവേലി ഉണ്ട്. അത്തം തുടങ്ങി, പക്ഷെ നമ്മൾ സാധാരണ തിരുവോണത്തിനാണ് മാവേലിയെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മാവേലി നേരത്തെ എത്തിയിട്ടുണ്ട്, അത്തത്തിന്റെ അന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അത്തം നഗറിൽ എത്തിയിട്ട് എല്ലാ വേഷങ്ങളും കണ്ടു. മാവേലിയാണ് കാണാത്തത് ബാക്കി ഉണ്ടായിരുന്നത്. എന്തായാലും മാവേലിനെ കൂടി നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. മാവേലിയുടെ ശരിക്കുള്ള പേരെന്താ? എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ KSRTCയിൽ കണ്ടക്ടറാണ്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഞാൻ അത്തച്ചമയം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ആരും സ്പോൺസർ ചെയ്തിട്ട് വന്നതല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചെലവിൽ ഞാൻ അത്തച്ചമയത്തിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, കൂട്ടത്തിൽ ആരുമില്ല? ഒറ്റയ്ക്കാണ് വന്നത്, കൂടെ ആരുമില്ല. ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ ഇങ്ങനെ വേഷം? ഇവിടെ അത്തച്ചമയത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം ചെയ്യാറുണ്ട്. കൊല്ലം മുതൽ കാസർഗോഡ് വരെ കന്യാകുമാരി വരെ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്യാറുണ്ട്. സ്ഥിരം മാവേലി വേഷം തന്നെയാണോ? അതെ, 10 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ മാവേലിയെ തന്നെ തിരഞ്ഞെടുക്കാൻ? അത് ഞാൻ ഒരു പ്രാവശ്യം ഒരു മേക്കപ്പ് ഇട്ടപ്പോൾ മേക്കപ്പുകാരൻ പറഞ്ഞു, 2 പേര് നല്ല മേക്കപ്പുകാരായിരുന്നു, 2 പ്രൊഫഷണൽ മേക്കപ്പാണ്. അവർ പറഞ്ഞു മാവേലിക്ക് ചേരുന്ന വേഷമാണ്. അതുകൊണ്ട് ഞാൻ ഓണത്തിന് മാവേലി വേഷം ചെയ്യും, ശിവരാത്രിക്ക് ശിവൻ്റെ വേഷം ചെയ്യും, ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണൻ്റെ വേഷം. ഈ 3 വേഷം കണ്ടിന്യൂസ് ആയിട്ട് മാറി തിരിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ ഷാജീനെയാണ് കേട്ടത്, പക്ഷെ നമുക്ക് മാവേലിയെ കേൾക്കണം. മാവേലി ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ് നമ്മുടെ മാവേലി, നമുക്ക് കാണുന്ന ഒരു മാവേലി ഉണ്ടല്ലോ. ഈ വർഷം ഒരിടത്ത് ഓണമില്ല, തൃപ്പൂണിത്തുറയാണ് ഏറ്റവും നല്ല ഓണം. അതുകൊണ്ടാണ് 100% മാവേലി ആദ്യത്തെ പ്രോഗ്രാമായിട്ട് ഈ തൃപ്പൂണിത്തുറയിൽ എത്തിച്ചേർന്നത്. ഇവിടെ മഴയില്ലായിരുന്നെങ്കിൽ പ്രോഗ്രാം ഗംഭീരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ലാതെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നു, ഒരുപാട് ആൾക്കാരുണ്ട്. അത്തച്ചമയം അടിപൊളിയാണ്. ഏതായാലും ശ്രുതി, നമ്മുടെ മാവേലി ഈ അത്തച്ചമയ ഘോഷയാത്ര കണ്ട് സംപ്രീതനായിരിക്കുകയാണ്. പുള്ളി ഇവിടുത്തെ തിരക്കെല്ലാം കണ്ട് പുള്ളി അങ്ങ് ആഹ്ലാദത്തിൽ തന്നെയാണ്. ഏതായാലും നമുക്ക് പ്രജകൾ കൂടി സന്തോഷത്തിലാണെന്ന് അറിയണം. നിരവധി പേരാണ് ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നത്. ഏതായാലും ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ അതായത് ഘോഷയാത്ര ഈ വഴി കടന്നു പോകുമ്പോൾ അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എല്ലാ വർഷവും കാണാൻ വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെ. ഇത്തവണ നമ്മുടെ ഒരു മുന്നിലൊരു ദുരന്തം ഒക്കെ കടന്നു പോയിട്ട് അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കുന്നത്? വലിയ വർണ്ണാഭമായി തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? സാഹചര്യം ഇതെല്ലാം വിലയിരുത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷവും കാണാൻ വരാറുണ്ട്? 2 വർഷമായിട്ട് വരാറുണ്ട്. ഇവിടെ തന്നെയാണ്. എല്ലാ വർഷം വരാറുണ്ട്. എല്ലാ വർഷം ഈ പത്താണ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഇല്ല, ദൈവം കാക്കും. കഴിഞ്ഞ വർഷം കുറവുണ്ടായിരുന്നു, വെയിലായിരുന്നു ഭയങ്കരമായിട്ട്. ഈ വർഷം നന്നായി. തുളസി, അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. തുളസി അവിടെ പ്രായഭേദമന്യാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. വലിയവരും കുട്ടികളും എല്ലാവരും ഉണ്ട്. അമ്മ ഇത്ര നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? 2 മണിക്കൂറോളമായിട്ടുണ്ട്. ഇവിടെ ഉള്ള ആള് തന്നെയാണോ? അതെ. അത് തന്നെയാണ് ശ്രുതി. ഇവിടെ ഉള്ളവരും പുറത്തു നിന്ന് വന്നവരുമൊക്കെ ആയിട്ട് നിരവധി പേരാണുള്ളത്. ഏതായാലും വലിയൊരു ആവേശം തന്നെയാണ് ഇവിടെ. ചേട്ടാ, എവിടുന്ന വരുന്നത്? വെള്ളൂര്. എങ്ങനെയാണ് നമ്മുടെ ഘോഷയാത്രയും തിരക്കും ഒക്കെ? നല്ലത് തന്നെ, മഴയുടെ തടസ്സമുണ്ടെന്ന് മാത്രം. അതുതന്നെയാണ് ശ്രുതി. മഴ ചെറിയൊരു വെല്ലുവിളി. മാവേലി സൂചിപ്പിച്ചതുപോലെ മഴയാണ് ചെറിയൊരു വെല്ലുവിളിയായിട്ടുള്ളത്. കുറെ നേരമായി വന്ന് നിൽക്കാൻ തുടങ്ങി. കുറെ നേരമായി വന്ന് നിന്നിട്ട്. എല്ലാ വർഷവും ഇതുപോലെ കാണാൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. അത് തന്നെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും വരുന്ന ആളുകളുണ്ട്. എല്ലാ വർഷവും കണ്ടു. അതായത് എത്ര കണ്ടാലും ഇത് മതിയാവില്ല. തീർച്ചയായിട്ടും വലിയൊരു ജനക്കൂട്ടം തന്നെയാണ്. ചുറ്റിലും കടകളുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു ഓണാഘോഷം അങ്ങ് തിമിർക്കാൻ അവരങ്ങോട്ട് തയ്യാറായി കഴിഞ്ഞു. മാവേലി തുടരുന്നുണ്ട് കേട്ടോ. അതെ, മാവേലി നമ്മോട് പോയിട്ട് മാവേലി പറയും, എന്താണ് ഈ തിരക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? മാവേലിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നല്ല തിരക്കുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ തിരക്ക് വന്നതിനായിരുന്നു മഴ ഇല്ലായിരുന്നു എങ്കിൽ. എല്ലാവരും വീടിൻ്റെ മണ്ടയിലും അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുൻകരുതൽ എടുത്തിരിക്കുകയാണ്. മാവേലിക്ക് സ്പെഷ്യൽ കൊടയുണ്ട്. എനിക്കുള്ള കുട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് നനയാതിരിക്കാനുള്ള കുട എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കാണ് കുട ഇല്ലാത്തത്. ഇവിടെ എല്ലാവരും കുട ചൂടി നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് വെയിലാണുള്ളത്. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ദേ അമ്മ എത്ര സമയമായി വന്നിട്ട്? 10 മിനിറ്റായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു ഒരുക്കങ്ങളും തിരക്കും? വയ്യാതിരിക്കട്ടെ കുഞ്ഞ്. പക്ഷെ വെയിൽ കുഴപ്പമില്ല അല്ലേ? വെയിൽ കുഴപ്പമില്ല. വെയിൽ എത്ര വേണമെങ്കിലും കൊള്ളാം. മഴയാണ് ചെറിയൊരു പ്രശ്നം. അപ്പൊ കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ ഇപ്പൊ എത്ര കാലമായി ഇത് കാണാൻ വരാൻ തുടങ്ങിയിട്ട്?
50 വർഷമെങ്കിലും ആയി. 50 വർഷമെങ്കിലും 50 വർഷത്തെ ചരിത്രം അനുഭവ സമ്പത്തുള്ള ഒരാളാണ് നമുക്കപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു അത്രയും കാലം കാണാൻ വന്നിട്ട് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിലുള്ള സുജയ ചേച്ചിയും സ്മൃതി ചേച്ചിയും അരുൺ ചേട്ടനും അതാണ് അന്വേഷിച്ചത് ഇവരൊക്കെ ഇപ്പോൾ. അവരെ കുറിച്ചാണ് ഇവിടെ അന്വേഷണം. എല്ലാവർക്കും ഏതെങ്കിലും ഓണാശംസകൾ നേരാനും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ആൻറ്റി, ഹാപ്പി ഓണം. ഇവരുടെ ഈ ഒരു സ്നേഹവും അവരുടെ ഈ ഒരു ഒത്തൊരുമയും തന്നെയാണ് നമുക്ക് ഇതിന് ഈ ഒരു ഓണാഘോഷത്തെ ഏറ്റവും അധികം കളർ. 10 ഓണം എന്നാണ് 10 ഓണം അത് തന്നെയാണ്. നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടില്ല താനും. വലിയ ആവേശം തന്നെയാണ്. മാവേലിയായി, ഓണപ്പാട്ടായി, ഓണക്കളികളായി, അത് ഇനി എന്ത് വേണം? തൃക്കാക്കര ഏതായാലും ഒരുങ്ങിക്കഴിഞ്ഞു. കേരളക്കര ആകെ ഇനിയിപ്പോൾ ഈ ഓണാഘോഷവുമായി അങ്ങ് മുന്നോട്ട് പോവുക തന്നെയാണ്. വലിയ ആവേശം തന്നെയാണ് ഇവിടെയുള്ളത്. ശ്രുതി, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഘോഷയാത്ര കാണാനുള്ള ആളുകളുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ്, നീണ്ട നിര തന്നെയാണ്. ഒപ്പം നിങ്ങൾക്ക് ഞങ്ങളായതാ മാവേലിയെ കൂടി കാണിച്ചു തന്നെ. അത്തനഗറിൽ നിന്ന് ശ്രുതി ശരത്തും തുളസി രാധാകൃഷ്ണൻ.